അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഞാൻ അവളെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരും. പത്തനംതിട്ട ചിറ്റാറിലെ സന്ദീപ് എന്ന യുവാവ് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് പോയത് ഇങ്ങനെ പറഞ്ഞാണ്. പിന്നീട് ബന്ധുക്കൾ കേട്ടത് ആ ചെറുപ്പക്കാരൻ്റെ മരണവാർത്ത. വിവാഹിതയായ യുവതിയുമായുള്ള അടുപ്പത്തിൻ്റെ പേരിൽ യുവതിയുടെ പിതാവും സുഹൃത്തും ചേർന്ന് സന്ദീപിനെ കൊലപ്പെടുത്തിയതാണ് പോലീസ് കേസ്. സംഭവത്തിൽ പത്തനംതിട്ട അട്ടത്തോട് സ്വദേശി കൃഷ്ണൻകുട്ടി, സുഹൃത്ത് ഗോപി എന്നിവർ അറസ്റ്റിലായി. ഞായറാഴ്ച രാത്രി 9 മണിക്കാണ് സന്ദീപിനെ ആളൊഴിഞ്ഞ വീടിന് സമീപമുള്ള കുഴിയിൽ അവശനിലയിൽ കണ്ടെത്തിയത്. പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് നാടൻ തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ഞായറാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സന്ദീപിനെ ആളൊഴിഞ്ഞ വീടിന് സമീപമുള്ള കുഴിയിൽ അവശനിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും പോലീസും ചേർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സന്ദീപിന് വിവാഹിതയായ യുവതിയുമായി അടുപ്പമുണ്ടായിരുന്നു. ഇവരുടെ ബന്ധുക്കളാണ് സന്ദീപിനെ കൊലപ്പെടുത്തിയതെന്ന് പിതാവ് സദാനന്ദൻ ആരോപിച്ചിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയുടെ പിതാവ് കൃഷ്ണൻകുട്ടിയും സുഹൃത്ത് ഗോപിയും അറസ്റ്റിലായത്. CCTV കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സന്ദീപിനെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും പ്രതികളുടെ സാന്നിധ്യം വ്യക്തമായിരുന്നു. പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിൽ നിന്നും നാടൻ തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളും പോലീസ് കണ്ടെത്തി. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ക്രൂരമായ മർദ്ദനമേറ്റാണ് സന്ദീപ് കൊലപ്പെട്ടതെന്ന് കണ്ടെത്തി. തുടർന്നാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നാടൻ തോക്കും ആയുധങ്ങളും കണ്ടെത്തിയ സാഹചര്യത്തിൽ ആംസ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.